അതെ, ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം. സച്ചിന്റെ മാരേജ് പാലക്കാട് ഡേറ്റ്. ഇനി അങ്ങോട്ട് നോക്കൂ. അത് മതി, ഇനി ഇങ്ങോട്ടോ ക്യാമറ. അതാണ് അനു. അരുന്ധതി ഫസ്റ്റ് നിൽക്കുന്ന അനു, സെക്കൻഡ് നിൽക്കുന്ന അരുന്ധതി. ഇനി ക്യാമറമാനെ ഞാൻ കാണിച്ചു തരാം. ക്യാമറമാൻ വാ. സച്ചിൻ്റെ കല്യാണത്തിന് പോകാം. കല്യാണം രാവിലെ ഗുരുവായൂർ വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ് ഫങ്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച്. ഇങ്ങനത്തെ എന്താണ് താമസിക്കുന്ന സിറ്റിയിലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും മനസ്സമാധാനം ഉണ്ടല്ലോ ഇതുപോലത്തെ സ്ഥലത്ത് വന്ന അവസരം. അതിന് വല്ല മറ്റൊരു സുഖമല്ലേ, ഇന്നൊരു പണിയില്ല, വെറുതെ ഇരിക്കണം, ഒരു സ്ട്രെസ്സും ഇല്ല, അങ്ങനെ ഇരിക്കണം. എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും ചെയ്യരുത്, ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ കുത്തി മുറ്റത്തോട്ട് നോക്കിയിരിക്കുക. അത് നിന്റെ നാട്ടിൽ നീ അവിടെ കട്ടപ്പനയുടെ കുട്ടപ്പനൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നീ ആലോചിച്ച് നോക്ക്. എടാ ഇത്രയും പേരുണ്ടെങ്കിലും ഉണ്ടെന്നുള്ളതാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ ഇത്ര സ്ട്രെസ് ആയിട്ട് ജീവിക്കുന്ന എല്ലാരും ഒരു ദിവസം 24 hours വെറുതെ ഇരിക്കാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ടെന്ന്. ഇപ്പൊ പറയട്ടെ, എല്ലാരും ഈ ബിസിനസ്മാനാണെങ്കിൽ പോലും നമുക്ക് അവരെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫാമിലിയുടെ കൂടെ ഇരിക്കാനാണ്. അവസരം കിട്ടുന്നില്ല. സത്യം, അവരതിന്റെ കൂടെ അതുകൊണ്ട് ടെൻഷൻസ്. അതെ, എന്ത് സുഖം. നീ ഇവിടെ നോക്കി, ഇവരൊക്കെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നില്ലേ, അവര് മോസ്റ്റ്ലി ആൾക്കാർ മിക്കവാറും ഇതുപോലെ അവര് അവിടെ പൈസ ഉണ്ടാക്കി റിച്ച് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് വീടിട്ട് മനസ്സങ്ങോട്ട് പീസായിട്ട് സിറ്റിയിലേക്ക് വരാനായിരിക്കും. അതാണ് വ്യത്യാസം. കാരണം ഇവരൊരു എന്താ ഗ്രാമപ്രദേശം പോലെയല്ലേ. സത്യം, ഈ അക്കരെ നിൽക്കും ഇക്കരെ പറ്റാന്ന് പറഞ്ഞ ശരിയാ. ഇവിടുന്ന് ഇവര് സിറ്റി വന്ന് താമസിക്കാന്ന് വിചാരിച്ചോ, മിനിമൽ ആയിട്ടുള്ള സ്ഥലത്ത് ഇവര് എപ്പോഴും സ്റ്റേ ചെയ്യാൻ നോക്കുള്ളൂ. അത്രയും കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതെ, ഇവരൊക്കെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ വലിയ ഹോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ഈ സിറ്റിയിൽ 2 BHK ചെറിയ ഹോള് ഇവർക്ക് താമസിക്കാൻ ഭയങ്കര പാടായിരിക്കും. എടാ, ഇത്ര നേരം സംസാരിച്ച് ഞാൻ വ്ളോഗിൽ ഇടവേ. പൊന്നെ, അത് ഷൂട്ട് ചെയ്യാൻ ഞാൻ എന്തൊക്കെയാ കുട്ടപ്പൻ. ഇതാണ് കട്ടപ്പനയിലെ കുട്ടപ്പൻ. ഇപ്പൊ നല്ല ചൂടാ. ഇതാണ് ഗ്രീസ് പ്ലാസ ഓഡിറ്റോറിയം. ഡ്രൈവർ പക്ക. അതെ, വാലെ പാർക്കിംഗ് ഇല്ലേ. സച്ചിന് നിശയ്ക്കും എന്റെ വിവാഹ മംഗളാശംസകൾ. ഓക്കേ, സജീവ് എങ്ങനെയുണ്ട്? സൂപ്പർ. സച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ സനൂപിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, റിസപ്ഷന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇനി സനൂപ് ആരാന്ന് ചോദിച്ചാൽ സനൂപിനെ ഞാൻ കാണിച്ചുതരാം. ദിസ് ഈസ് സനൂപ്. ഇതാണ് സനൂപിന്റെ വീട്. മാപ്പില് ഗൂഗിൾ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ മാപ്പിന്റെ ലൊക്കെ ചെയ്തിട്ടാണ്. നമ്മള് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചില്ല, വെള്ളം കുടിച്ചിട്ട് സനൂപിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി പാടം കാണാൻ പോവാണ്. ശ്രീരാജ് കൊയ്യും പാടം, അത് കാണാം. ഭയങ്കര ഫണ്ണിയാണ് ഗൈസ്.
പൂത്ത കാലം. മോളെ ഇവിടെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം, കിടക്കാൻ സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. സനൂപിന്റെ വീടിന്റെ ഫ്രണ്ടിലെ വ്യൂ കാണിച്ചു തരാം. അയ്യോ ഇതെന്താ സംഭവം? കർഷകനല്ലേ സാർ, കള പറിക്കാൻ വന്നതാ. ഗൈസ്, ഇതാണ് നെല്ലിയാമ്പതി എന്ന് ശ്രീ സനൂപ് അവകാശപ്പെടുന്നു. ഇവിടെ 10 കിലോമീറ്റർ, അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ തള്ളന്നൊക്കെ പറഞ്ഞു. സനൂപിന്റെ വീട്ടിൽ നിന്ന് ഏത്തപ്പഴവും മിച്ചറും ചായയും കുടിച്ചിട്ട് നമ്മൾ ഫ്രഷായി ഇറങ്ങി. ഇനി സച്ചിന്റെ വീട്ടിലോട്ട് പോകണം. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ബാക്കി കഴിക്കണം. കവലയിൽ മൊത്തം ചേട്ടന്മാര് നാണാവണു. സച്ചിന്റെ റിസപ്ഷന് പോയിട്ട് അവിടെ നിന്ന് നല്ല ഫുഡ് കഴിക്കണം. Nancy, are you excited? Yes. Yes. Food കഴിക്കാൻ. എന്നിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകും പാലക്കാട്. കാട് പാലക്കാട് എന്തൊക്കെയോ പറയുന്നു. ഷീസ് ഷൈ ബട്ട് ഐ ആം നോട്ട് ഷൈ. സച്ചിന്റെ എൻഗേജ്മെന്റ് പിന്നെ നമ്മള് സച്ചിന്റെ റിസപ്ഷന് പോവുകയാണ് നമ്മൾ. ഞാൻ ഓട്ടോ തിയേറ്റർ പറഞ്ഞു. സച്ചിന്റെ റിസപ്ഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് അടിക്കാം. നാലാമത്തെ എണ്ണം പറയണം. ഇന്നലെ 2 4 അപ്പൊ 6 അതിൽ ഇപ്പൊ 2 10 മുമ്പ് 2 നാളെ ആ 2 എന്ന് പറഞ്ഞത് വൈറ്റ് ആയിരുന്നു. ഈ 2 യെല്ലോ. അപ്പൊ നീ 2 വൈറ്റ് വെച്ചിട്ടല്ലേ ഈ മഞ്ഞ കഴിക്കുന്നത്? ഞാൻ യെല്ലോയിലാണ് തുടങ്ങിയത്. അല്ലല്ല, നീ 2 വൈറ്റ് ഞാൻ കണ്ടിട്ടല്ലോ. ഈ ഹായ് ആദർശ്, ബൈ ബൈ. റിസപ്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് സ്ട്രെയിറ്റ് ടു കാക്കനാട്. ബൈ ബൈ. വണ്ടി പോയിരിക്കുന്ന സുഹൃത്തുക്കളെ, വണ്ടി പോയി. നമ്മൾ വീണ്ടും തമിഴ്നാട്ടിൽ പോവാം. അജയ്ക്കും സുരേഷിനും ഒക്കെ വഴി തെറ്റും. ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ബസ് കാത്ത് നിൽക്കാൻ പോണത്. ഓക്കെ, ബസ് കയറാൻ ഇത്രയും പേരുണ്ട് നമ്മുടെ കൂടെ. യോ, വെരി ടയേർഡ് അല്ലേ? നോക്കണം നമുക്ക്. സുരേഷ് ഈസ് ഇൻട്രസ്റ്റഡ്.
കഴിഞ്ഞ് നമ്മളിപ്പോൾ വൈറ്റില ഹബിൽ രാത്രി 10 മണിക്ക് നിൽക്കുവാണ് ഊബർ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇനി വ്ളോഗൊന്നും ഉണ്ടാവില്ല, വ്ളോഗ് ഉണ്ടാവില്ല എന്നല്ല, ഇനി എന്താ വീഡിയോ ഒന്നും എടുക്കണില്ല, ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.